ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തംബ്നെയിൽ മേക്കറിനെ പറ്റിയാണ്. അതായത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് തംബ്നെയിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യം കഴിയും കേട്ടോ. അപ്പോൾ ഇത് വളരെ കിടിലം എന്നല്ല ഞാൻ പറയുന്നത്, വളരെ ഈസിയാണ്. സോ നമുക്ക് സമയമൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു തംബ്നെയിലൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. സോ തംബ്നെയിൽ മേക്കർ 2021 എന്നാണ് ഇതിൻ്റെ പേര്. സോ ഞാനത് ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്, തംബ്നെയിൽ മേക്കർ 2021. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എല്ലാത്തിനും അലോ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഒന്നും ഗാലറിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ റെഡിമെയ്ഡ് ഫോർ യൂട്യൂബ്. അതിനുശേഷം കവറും ഉണ്ട് തംബ്നെയിലും ഉണ്ട്. നമുക്ക് തംബ്നെയിലാണല്ലോ വേണ്ടത്, അപ്പോൾ അതിൻ്റെ സൈസിന് വേണ്ടിയിട്ട് തംബ്നെയിൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ തംബ്നെയിലിൻ്റെ ആ ഒരു സൈസിൽ കുറേ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ വരും. ക്രിസ്മസിൻ്റെ ടൈപ്പ്, നോർമലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വരും, ഹാലോവീൻ, അങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നമ്മളിടുന്ന വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തംബ്നെയിലാണ്. പിന്നെ ഈ ഒരു ലോക്ക് വീണ് കിടക്കുന്നതെല്ലാം പേ ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ചെയ്യണം, അത്യാവശ്യം നല്ലൊരു തംബ്നെയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ്. എന്തുകൊണ്ട് യൂസ്ഫുള്ളാണ്? അപ്പോൾ ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് യൂട്യൂബിൽ സക്സസ് ആയി നിൽക്കുന്നവർ, ക്ലിക്കായി നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് തംബ്നെയിലൊക്കെ യൂസ് ചെയ്ത് അതുപോലെ എല്ലാം അറിയായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തംബ്നെയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ ഇത് എല്ലാം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ലോക്ക് ഇല്ലാത്തത് മാത്രമേ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പേ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ഓപ്പണായി വരും. അപ്പോൾ അത് പേയ്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഈ ഒരു സിമ്പിൾ തംബ്നെയിൽ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് തംബ്നെയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു തംബ്നെയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കിപ്പ് ചെയ്യാം. അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഫോട്ടോ അതിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കാണില്ല. അപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ഫോട്ടോ ഫില്ല് ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഗാലറിയിൽ നിന്നും ഇമേജസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് ഇമേജസ് കാണും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഫോട്ടോ അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്. നമ്മൾ ട്രിപ്പ് പോയ ബേസിൽ ഒരു തംബ്നെയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഗാലറി കയറി ആദ്യം ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ ഫോട്ടോയുടെ സൈസ് നമുക്ക് വലുതാക്കാം, ചെറുതാക്കാം, വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതിന് ശേഷം ഞാൻ മറ്റൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ 2 ഫോട്ടോയും ഗാലറിയിൽ കയറി എടുത്തു. അതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടൊരു ടിക്ക് കാണും, അത് നമ്മൾ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ഒരു ഫോട്ടോയുടെ വലിപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത്, സൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് ഫില്ലായി നിൽക്കാനാണ് എനിക്കിഷ്ടം, ബാക്ക്ഗ്രൗണ്ട് കാണണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, കംപ്ലീറ്റ് എൻ്റെ സൈസ് മാക്സിമം വലുതാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കിത് ഫിറ്റാണ്, സൈസ് എല്ലാം ഓക്കെ ആണ്, കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാ ഓപ്ഷൻസും കിടക്കുന്നത്. അതിൽ നിന്ന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡബിൾ ടാപ്പ് ടു എഡിറ്റ് എന്ന് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ട ആ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. മൂന്നാർ വൈബ്സ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തംബ്നെയിൽ മേക്കർ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തംബ്നെയിൽ മേക്കറാണ്. അല്ലാതെ വളരെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ പറ്റില്ല. നോർമലി നമുക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തംബ്നെയിൽ മേക്കറാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കളറുണ്ട് കേട്ടോ, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോയ്ക്ക് ഏതാണോ ആപ്റ്റ് ആ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിന് യെല്ലോ നന്നായിരിക്കും എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യെല്ലോ ആണ് ചൂസ് ചെയ്തത്. ബ്ലാക്ക് ആണെങ്കിൽ ഡിമ്മായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ ചൂസ് ചെയ്തു. യെല്ലോ ചൂസ് ചെയ്തതിന് ശേഷം അതുപോലെ ഫോണ്ടും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഫോണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത്, നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് വേണം, അല്ല കുറച്ച് ഒരു എന്താ പറയുക മെസ്സി ലുക്കാണ് വേണ്ടത്, ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരുപാട് ഫോണ്ടുണ്ട്. അത് ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏത് ഫോണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി ചില ഫോണ്ട് ഇടുമ്പോൾ കുറച്ച് വലുതാവും. അപ്പോൾ നമ്മൾ അതിനെ ചെറുതാക്കിയാൽ മതി. സ്ക്രോൾ ചെയ്ത് ചെറുതാക്കാനായിട്ട് പറ്റും. ആ ഒരു സ്ക്വയർ ബോക്സിനകത്ത് കോർണറിലായിട്ട് കട്ട് ചെയ്യാൻ, ക്ലോസ് ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ട്. അതുപോലെ
വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുന്ന കോർണർ 4 കോർണറിലായിട്ട് 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് ഞാനിപ്പോൾ ചെറുതാക്കുന്നത്. പല പല ഫോണ്ട് ഞാൻ നോക്കുകയാണ്, ഏതാണ് ഭംഗി എന്നുള്ള ഫോണ്ട് നോക്കുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഏത് ഫോണ്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒന്നിലധികം ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ഒന്ന് കുറച്ച് ബോൾഡിൽ കൊടുത്താൽ താഴെയുള്ളത് വേറെ കൊടുക്കാം. ഇനി ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ കളറിന് പകരം ആ ടെക്സ്ചർ അവിടെ വരും, ഫോണ്ടിൽ ആ ടെക്സ്ചർ അത് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് കുറച്ച് നല്ലൊരു ഓപ്ഷനാണ്. സ്ട്രോക്കിലും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പിന്നെ ഇതാ ഫോണ്ട് ബോൾഡ് ആക്കണം, ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ അങ്ങനെ, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഫോട്ടോ, ഈ തംബ്നെയിലിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ അങ്ങനെ, കോൺട്രാസ്റ്റ് കൂട്ടണോ കുറയ്ക്കണോ അത് ഡിസൈഡ് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് ഷാർപ്പൺ ചെയ്ത് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി കൂട്ടി നിർത്താം, സാച്ചുറേഷൻ കൂട്ടാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആനിമൽസിൻ്റെ ഉണ്ട്, ബ്രഷ് സ്ട്രോക്ക് ഉണ്ട്, സർക്കിൾ ഉണ്ട്, കളക്ഷൻ ഉണ്ട്, ലേബൽ ഉണ്ട്, ലെൻസ് ഫ്ലയർ, റെക്റ്റാങ്കിൾ, റിബൺ, അതുപോലെ സ്മൈലി ഫേസിൻ്റെ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സ്റ്റിക്കർ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം അതിലുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അപ്പോൾ ഇത് ഈസിയാണ്. പിന്നെ ഈ ഒരു സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലിയർ ഓൾ കൊടുക്കാം, അല്ല ഇത് ഓക്കെ ആണെങ്കിൽ ഡൺ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏത് ഓപ്ഷനും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാൻ ഇത് കൂടുതലും എടുത്ത് പറയുന്നത് വളരെ സിമ്പിളാണ്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ നമുക്ക് കുറച്ച് ഒന്ന് സ്ലാൻഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു തംബ്നെയിൽ മേക്കർ എന്ന് പറയുന്നത്. എന്നിട്ട് ഫൈനലി നമ്മൾ മുകളിൽ ആ റൈറ്റ് സൈഡിലായിട്ടുള്ള ടോപ്പ് റൈറ്റിൽ സേവ് കൊടുക്കുക. സേവ് ആവുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.